ഓടാത്ത വാച്ച് പൊട്ട മോതിരം കയ്യിലിട്ടും കൊണ്ട് എന്താണ് രാവിലെ ഈ ഷോ എന്ന് വെച്ചാൽ ഞങ്ങൾ നേരെ വിതിരയ്ക്ക് അമ്മ വീട്ടിലേക്ക് പോവാണ് കേട്ടോ. ഇനി എന്ന് ഈ ഓടിപ്പിടിച്ച് എന്തിനാണ് വിതിരയ്ക്ക് പോകണമെന്ന് വെച്ചാൽ ഇന്ന് അച്ഛന്റെ വണ്ടിക്ക് മീറ്റർ ടെസ്റ്റ് ആയിരുന്നു കേട്ടോ. മീറ്റർ ടെസ്റ്റ് ആയിരുന്നു. എന്നാ പിന്നെ ഞങ്ങളും കൂടെ പോകാന്ന് വിചാരിച്ചു. ഞങ്ങളുടെ വീടിന്റെ വഴിയിലുള്ള സൈഡിൽ കൊണ്ടുവന്ന് ചവിട്ടി നിർത്തി അച്ഛനോട് ഇറക്കി വിട്ടിട്ട് പറഞ്ഞു ഇനി നടന്നുകൊണ്ട് പോയാൽ മതി, അച്ഛൻ ടെസ്റ്റിന് പോയിട്ട് വരാന്ന്. ഇനി എന്തിനാണ് ഈ വീടിനെ അമ്മ വീടെന്ന് പറയുന്നത് ഒരുപാട് പേര് ചോദിച്ചു. അങ്ങനെയൊന്നും ഇല്ലാട്ടോ, വെറുതെ ഒരു മനസ്സുഖം അത്രേ ഉള്ളൂ. നടന്നു വരുന്ന വഴിക്ക് മാമിയുടെ വീട്ടിൽ തന്നെ നിറയെ പുളിഞ്ചിക്കായ. ഞങ്ങൾ തിരുവനന്തപുരക്കാരെ പുളിഞ്ചിക്ക എന്ന് പറയും. നിങ്ങൾ എന്ത് പറയുന്നത് എനിക്കറിയില്ല കേട്ടോ. പണ്ട് ഞങ്ങൾക്ക് ഇവിടെ സ്വന്തമായിട്ട് ഡാൻസിന്റെ ട്രൂപ്പൊക്കെ ഉണ്ടായിരുന്നേ. അതുകൊണ്ട് തന്നെ ഇവിടെ എപ്പോഴും കുട്ടികളുടെ തിരക്കും പാട്ടും ഡാൻസും മേളവും ഒരു അടിപൊളി വൈബായിരുന്നു കേട്ടോ. ഇവിടെ വരുമ്പോൾ അതൊക്കെ വല്ലാണ്ട് മിസ് ചെയ്യും. അതുകൊണ്ട് തന്നെ ഈ വീട്ടിൽ വരുമ്പോൾ എന്റെ കൈയും കാലൊക്കെ അറിയാണ്ട് അല്ലെങ്കിൽ പോവേ. അമ്മ വന്നുടനെ പതിവ് പോലെ വെള്ളം പിടിക്കലും മറ്റു കലാപരിപാടികളിലും ഏർപ്പെട്ടിരിക്കുകയാണ് കേട്ടോ. ശീതുട്ടിയും മോനും കൂടെ കിട്ടിയ ചട്ടവും കയ്യിൽ പിടിച്ചുകൊണ്ട് നിൽപ്പുണ്ട്. മിക്കവാറും ഇവിടെ ഒരു അംഗമെട്ട് നടക്കാൻ ചാൻസ് ഉണ്ട്. അതിന് മുന്നേ നമുക്ക് ഓടി രക്ഷപ്പെടാം. പിള്ളേരെ കൂടെ നിന്ന് അംഗവും മറ്റു ഡാൻസും കളിച്ചുകൊണ്ട് നിന്നാൽ കുറച്ച് കഴിയുമ്പോൾ വയറ് കരിഞ്ഞു പൊരിഞ്ഞ് ഒരു മണം പുറത്തേക്ക് വരും, കരിഞ്ഞ മണം. അതുകൊണ്ട് ഉപ്പുമാവ് ഉണ്ടാക്കാന്ന് വിചാരിച്ചേ. മര്യാദയ്ക്ക് അപ്പുറത്തൊന്ന് കളിച്ചുകൊണ്ടെന്ന് ചെയ്തിട്ടാണ് ഞാൻ എന്തെങ്കിലും ജോലികൾ കണ്ടാൽ അവിടെ അപ്പം തന്നെ എടുക്കണം കേട്ടോ. അതൊരു ശീലമാക്കി വെച്ചിട്ടുണ്ട് അവള്. അങ്ങനെ ഒരുവിധം ചേകവനും ചേകോത്തും കൂടെ പറഞ്ഞ് മനസ്സിലാക്കി പുറത്തേക്ക് വിട്ടിട്ടുണ്ട്. അവിടെ ഇനി എന്തൊക്കെയാവുന്ന ദൈവത്തിന് അറിയാം കേട്ടോ. സാധാരണ എപ്പോ ഉപ്പുമാവ് ഉണ്ടാക്കിയാലും, ഉപ്പുമാവെന്നല്ല എന്തുണ്ടാക്കിയാലും വെള്ളം കൂടാറുള്ള എനിക്ക് ഇന്ന് വെള്ളം കുറഞ്ഞു പോയി. പിന്നെ വീണ്ടും ഞാൻ വെള്ളം ഒഴിച്ചു കൊടുത്ത് ഒരുവിധം അതിനെ സെറ്റാക്കി എടുത്തിട്ടുണ്ട്. ഇന്ന് ഉപ്പുമാവ് ഉണ്ടാക്കി കുളമാക്കിക്കൊണ്ടാണോ എന്ന് അറിയാൻ വയ്യ. ശീതുട്ടി ഭയങ്കരമായിട്ട് ഉപ്പുമാവ് കഴിച്ചു കേട്ടാ. എന്ത് പറ്റിയാന്തോ. ദി ഐഡിയ ക്യാൻ ചേഞ്ച് യുവർ ലൈഫ് എന്ന് പറഞ്ഞിട്ടില്ലേ. ഇനിയിപ്പോ എന്ത് സാധനം കുളമാക്കി കൊടുക്കാല്ലേ ശീതുട്ടിക്ക്. എന്റെ അമ്മയും അപ്പുറത്തും ഇപ്പുറത്തുള്ള മറ്റുള്ളവരുടെ അമ്മയും കൂടെ ചേർന്നിട്ട് എന്താണ്ടൊക്കെ കാര്യങ്ങളോട് പറയുന്നുണ്ട്. ആ സമയത്ത് നമുക്കൊരു കാര്യം ചെയ്യാം. ഒന്നും മനസ്സിലായില്ലല്ലേ, വാ കാണിച്ചു തരാം. എന്റെ കയ്യിലിരിക്കുന്ന ഈ സാരിയാണ് എന്റെ അമ്മയുടെ കല്യാണ സാരി. 10-38 വർഷങ്ങൾക്ക് മുമ്പാ. അന്ന് ഇവിടെ മൂപ്പ് ഭരിച്ചിരുന്ന ഒരു പ്രതാപശാലിയായിട്ടുള്ള ഒരു കാരണവരുണ്ടായിരുന്നു. അന്ന് ആ കാരണവര് തഞ്ചാവൂരിൽ നിന്നൊരു നൃത്തക്കാരിയെ, ഞാനിത് എന്ത് തേങ്ങയാണ് പറയുന്നത്, ഇതെന്റെ അമ്മയുടെ കല്യാണ സാരിയാണ്, അത്രേ ഉള്ളൂ. ആ കാരണവർ ഇപ്പൊ എന്റെ അച്ഛനായിട്ട് വരും കേട്ടോ. ഞാൻ എന്തിനാണ് തിരിഞ്ഞു നോക്കണം എന്ന് വെച്ചാൽ അമ്മ കണ്ടു കഴിഞ്ഞാൽ വല്ല തേങ്ങ അങ്ങനെ എടുത്ത് എന്നെ എറിഞ്ഞു കൊല്ലും. ദേവമാത ശിവകാമി വരുമ്പോലെ സാരിയും കഴിച്ചിട്ട് ഞാൻ ഇറങ്ങി വന്നെങ്കിലും അമ്മ ഇത് കണ്ടു കഴിഞ്ഞാൽ കട്ടപ്പയായിട്ട് മാറിയിട്ട് പുറകിൽ നിന്നും കുത്തൂലട്ടാ, ചാടി നേരെ നെഞ്ചിൽ തന്നെ ചവിട്ടും. അതുകൊണ്ട് നമ്മുടെ ആരോഗ്യത്തിന് നല്ലത് എത്രയും പെട്ടെന്ന് അഴിച്ചു വെച്ചിട്ട് സ്ഥലം വിടുന്നതാണ്. വൈകുന്നേരം 3 മണിയായപ്പോൾ ഞങ്ങൾ തിരിച്ച് ഹോട്ടലിൽ നിന്ന് ഫുഡൊക്കെ കഴിച്ചിട്ട് നേരെ തിരിച്ച് ആയൂരുള്ള വീട്ടിലേക്ക് പോവുകയാണ്. അമ്മയും അച്ഛനും ചോറ് കഴിച്ചു. ഞാനും മോനും കൂടെ ഒരു ബിരിയാണി മേടിച്ചിട്ട് അത് കഴിച്ചു കേട്ടോ. എന്റെ ചിക്കൻ കാര്യം തട്ടിപ്പറിച്ചിട്ട് കടിച്ചു വലിക്കുന്നുണ്ട് അവൻ. തിരിച്ചു വരുന്ന വഴിക്ക് മോനും ചെയ്തോട്ടിക്കും ഓരോ ജോഡി ചെരുപ്പ് മേടിച്ചായിരുന്നേ. അത് വിട്ടിട്ട് രണ്ടുപേരും കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും ചാടി കളിച്ചോണ്ടിരിക്കുവാണേ. അപ്പൊ നമ്മുടെ ചാനൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സഹായിക്കണേ. ടാറ്റാ ബൈ ബൈ, സീ യു.